നമസ്കാരം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്ര, ആ യാത്രക്കിടയിൽ രക്ഷാപ്രവർത്തനമെന്ന പേരിൽ ഗൺമാന്മാർ നടത്തിയ കിരാതമർദ്ദനം. 2023 ഡിസംബർ 5 കേരളം അത്ര പെട്ടെന്ന് ദിവസം മറക്കില്ല. നവകേരള സദസ് പരിപാടിക്ക് വന്ന മുഖ്യമന്ത്രിയുടെ ബസ്സിന് മുന്നിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം പ്രതിഷേധിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ ഗൺമാനും സംഘവും ചേർന്ന് അവരെ അതിക്രൂരമായി മർദ്ദിച്ചു. അന്ന് മർദ്ദനമേറ്റ AD തോമസ് ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള MLA. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഒരു തീരുമാനമെടുത്തു. അന്ന് പിണറായി വിജയന്റെ ഗൺമാന്മാർ നടത്തിയ അതിക്രൂര പീഡനത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തുക. മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, ബൈജു പൗലോസും അന്വേഷണ സംഘത്തിൽ. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോഴിതാ കേരളം നടുക്കുന്ന കണ്ടെത്തലുകളോടെ അന്വേഷണ സംഘം കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. AP ഷൗക്കത്ത് അലി വെറുതെ ഇരിക്കുന്നില്ല. പിണറായി വിജയനും കൂട്ടരും ഷൗക്കത്ത് അലിയെ എത്ര ക്രൂരമായി വേട്ടയാടി എന്ന് നമുക്കറിയാം. അതേ ഷൗക്കത്ത് അലി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യും എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. അന്ന് മർദ്ദനത്തിനിറങ്ങിയത് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും. അന്ന് അക്രമത്തിന് ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് അന്വേഷണ സംഘം കരുതുന്നു. 4 ഗൺമാന്മാർക്കെതിരെ മാത്രമായിരിക്കില്ല പോലീസ് അന്തിമ കേസ് ഡയറി ഹാജരാക്കുന്നത്. ഗൂഢാലോചനയ്ക്കും കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ ഉത്തരവിട്ടതിനും പിണറായി വിജയനെതിരെ കേസെടുക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ചോദ്യം ഇവിടെ ശ്രദ്ധേയമാകുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ AP ഷൗക്കത്ത് അലി അറസ്റ്റ് ചെയ്യുമോ? കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ആദ്യ മന്ത്രിസഭായോഗമെടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അന്ന് ചാനലുകൾ ആ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നല്ലോ. പിന്നെന്തിനാണ് ഒരു അന്വേഷണ സംഘം എന്ന് ചിലർ സംശയമുന്നയിച്ചു. മർദ്ദനത്തിൽ മാത്രമല്ല, ഗൂഢാലോചനയും അതിനു പിന്നാലെ കേസ് അട്ടിമറിച്ച സംഭവങ്ങളിലുമൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം തങ്ങളുടെ ശ്രദ്ധ തിരിച്ചു. ആലപ്പുഴ സൗത്ത് പോലീസാണ് അന്ന് ഈ മർദ്ദനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ആലപ്പുഴ സൗത്ത് പോലീസ് ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി അവിടെയുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മൊഴി രേഖപ്പെടുത്തി. സാഹചര്യ തെളിവുകൾ അവർ കൃത്യതയോടെ റെക്കോർഡ് ചെയ്തു. എന്നാൽ തിരുവനന്തപുരത്തു നിന്നുള്ള ഉന്നത ഇടപെടലുകൾ തുടർന്ന് അന്ന് അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു വരുത്തി. കേസ് ഡയറി കൂടി കൊണ്ടുവരണമെന്നായിരുന്നു അന്ന് അവരോട് ഏമാമാർ കൽപ്പിച്ചത്. തിരുവനന്തപുരത്തെത്തിയ പോലീസ് സംഘത്തോട് കേസ് ഡയറി തിരുത്താൻ തിരുവനന്തപുരത്തെ ഉന്നതർ ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനം എന്ന ഓമനപ്പേരിട്ട് ഈ സംഭവത്തെ ന്യായീകരിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. ആളുകളെ മർദ്ദിക്കുന്നത് താൻ കണ്ടില്ല എന്നാണ് മുഖ്യമന്ത്രി അന്ന് ചാനലുകളോട് പറഞ്ഞത്. എന്റെ ഗവൺമെന്റ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. എന്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ്. അതെ, ദൃശ്യമാധ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൃശ്യമാധ്യമം ഞാൻ കണ്ടിട്ടില്ല. അതെ, ദൃശ്യമാധ്യമത്തിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നടന്നത് രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ന്യായീകരിച്ചു. അന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നവകേരള യാത്രയ്ക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപിനെ ഇപ്പോൾ പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്ന് ഒഴിവാക്കി. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായി പിൻവലിച്ചിരിക്കുന്നു. ഇതോടെയാണ് സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയത്. മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ ഇപ്പോഴും പിണറായി വിജയനൊപ്പം തുടരുന്നു. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകി വന്നിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാന്മാർക്ക് പകരം 2 PSOമാരെ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്.
തനിക്ക് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വേണമെന്ന് പിണറായി വിജയൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പിണറായി വിജയനുള്ള എസ്കോർട്ട് വാഹനം ഇപ്പോൾ ഒഴിവാക്കി പൈലറ്റ് വാഹനം അനുവദിച്ചിട്ടുണ്ട്. സാധാരണ പ്രതിപക്ഷ നേതാവിന് പൈലറ്റ് വാഹനം അനുവദിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. വീട്ടിൽ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കരിങ്കൊടി വീശാനെത്തിയതായിരുന്നു അന്ന് KSU പ്രവർത്തകർ. അവരെയാണ് അതിക്രൂരമായി അന്ന് ഗൺമാന്മാർ ആക്രമിച്ചത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത്. ഗൺമാന്മാർ മാത്രമല്ല, ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയാണ് SITയുടെ ലക്ഷ്യം. ഒപ്പം അന്ന് കേസ് അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യതയോടെ തെളിവുകൾ ശേഖരിക്കുക. ഇന്നു മുതൽ സാക്ഷികളുടെയും പരാതിക്കാരുടെയും മൊഴിയെടുക്കൽ നടക്കും. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലേക്ക് മുൻപയച്ച വീഡിയോ ദൃശ്യങ്ങളുടെ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് SIT ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനാണിപ്പോൾ പരിശോധന. പരമാവധി തെളിവുകൾ സമാഹരിച്ചതിന് ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനാണ് SIT ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നലെ ചേർന്നു. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്നും മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ലഭ്യമായില്ല എന്നുമാണ് മുൻ അന്വേഷണ സംഘത്തലവന്റെ നിലപാട്. ഇക്കാര്യം അന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരാതിക്കാർ തന്നെയാണ് പിന്നീട് കോടതിയിൽ ഹാജരാക്കിയത്. ഈ ദൃശ്യങ്ങളാണ് പുതിയ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായ ശാസ്ത്രീയ തെളിവുകൾ ക്യാമറയിൽ പകർത്തിയ പ്രധാന സാക്ഷി ജയ്ഹിന്ദ് TV ആലപ്പുഴ ക്യാമറാമാൻ ജോജിയാണ്. ജോജിക്ക് നേരെ ഗുണ്ടാ സംഘങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കി. ഈ കേസിൽ സാക്ഷി പറയരുതെന്നും കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടും സൗമ്യമായ ഭാഷയിൽ ഒളിപ്പിച്ചു വെച്ച ഭയപ്പെടുത്തലാണ് ഇക്കഴിഞ്ഞ ദിവസം ജോജിക്ക് നേർക്കുണ്ടായത്. പരിചയക്കാരായ ചില പോലീസുകാർ ഉപദേശ രൂപേണ തന്നെ ഭയപ്പെടുത്തിയെന്ന് ജോജി തുറന്നു പറയുകയും ചെയ്തു. നിങ്ങൾ മാറിയാൽ ഈ കേസ് ഇല്ലാതാകും. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ, ഇനി പുറത്തിറങ്ങിയൊക്കെ നടക്കേണ്ടതല്ലേ, ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ചിലർ ഉപദേശ രൂപേണ തന്നെ ഭയപ്പെടുത്തിയത് എന്ന് ജോജി തുറന്നു പറയുന്നു. പാണ്ഡിവണ്ടികളൊക്കെ വരും, നിങ്ങൾ റോഡിലൂടെ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, ഈ രീതിയിൽ ലോറി കയറ്റിക്കൊല്ലുമെന്ന പരോക്ഷമായ ഭീഷണി തനിക്ക് നേരെ ഉണ്ടായി എന്ന് ജോജി പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ജയ്ഹിന്ദ് TVയുടെ ക്യാമറാമാൻ ജോജിയെ ഇത്തരത്തിൽ ഭയപ്പെടുത്താൻ ധൈര്യപ്പെടുന്നു ചില പോലീസുകാരെങ്കിൽ സാക്ഷിമൊഴികൾ നൽകിയ അവിടെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് ജോജി പകർത്തിയ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് കേരളം നടുക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കിയത്. പ്രധാന സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ പോലീസുകാരെ കണ്ടെത്തുക മാത്രമല്ല, ആ സാക്ഷിക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വവും ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട്. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന SP AP ഷൗക്കത്ത് അലിയാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM നേതാവ് P മോഹനനെ നടുറോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്ത അതേ ഷൗക്കത്ത് അലിയുടെ ഇരട്ടച്ചങ്ക്. പിന്നീട് ഷൗക്കത്ത് അലിയെ ഒരു പതിറ്റാണ്ടിനിടയിൽ നിരവധി തവണയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പിണറായിയും സംഘവും അദ്ദേഹത്തെ സർവീസിലിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. രക്ഷാപ്രവർത്തനത്തിന്റെ തുടരന്വേഷണം CPMന് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നുറപ്പ്. TP കേസ് പ്രതികളെ മുടക്കോഴിമലയിൽ നിന്ന് അതിസാഹസികമായി പിടിച്ച ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരിക്കവെയാണ് P മോഹനനെ നടുറോഡിൽ വണ്ടി തടഞ്ഞ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് CPM അധികാരത്തിലെത്തിയപ്പോൾ NIA ഡെപ്യൂട്ടേഷനിലേക്ക് പോയ ഷൗക്കത്ത് അലിക്ക് പിന്നീട് IPSഉം ലഭിച്ചു. സംസ്ഥാന സർവീസിലേക്ക് മടങ്ങിയെത്തിയ ഷൗക്കത്ത് അലിക്ക് പിന്നീട് പ്രധാന തസ്തികകളൊന്നും പിണറായി വിജയൻ സർക്കാർ അനുവദിച്ചില്ല. അടികൊണ്ട് വീണ AD തോമസ് അടക്കം അടികിട്ടിയവർ പോലീസിൽ പരാതി നൽകിയിട്ടും അന്ന് കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. തുടർന്ന് കോടതിയെ സമീപിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവ് അവർ വാങ്ങിയത്. എന്നാൽ ഗൺമാന്മാരെ വെള്ളപൂശി ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ദൃശ്യങ്ങൾ സഹിതം പരാതിക്കാർ വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിച്ചപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ആദ്യ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് പുനരന്വേഷണത്തിന് കോടതിയുടെ ഉത്തരവ്. ഈ ഉത്തരവിന്മേലാണ് VDS സർക്കാരിൻ്റെ ആദ്യ പ്രഖ്യാപനം. അതിക്രൂര മർദ്ദനം നടത്തിയ ഗൺമാന്മാർ അഴിക്കുള്ളിലാകുമെന്ന് വ്യക്തം.
അവിടെ പിണറായി വിജയനെ എത്രമാത്രം ഈ കേസിലിട്ട് പൂട്ടാൻ ഷൗക്കത്ത് അലിക്ക് കഴിയും? അന്ന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ രണ്ടുപേരെ പിണറായി വിജയനൊപ്പം തുടരാൻ അനുവദിക്കാൻ ശക്തമായ സമ്മർദ്ദം ഈ സർക്കാരിന്റെ തുടക്കത്തിൽ പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പുതിയ മന്ത്രിമാരുടെ സുരക്ഷാ ചുമതലയ്ക്ക് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രതികൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും ഒഴിവാക്കിയിരുന്നു. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ തുടരാൻ അനിൽകുമാർ, സന്ദീപ് എന്നിവർ കൂടുതൽ ശ്രമങ്ങൾ തുടർന്നത്. പിണറായി വിജയനൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് തിരികെ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു പോലീസ്. അനിൽകുമാറിനും സന്ദീപിനും വകുപ്പ് തല നടപടികളും ഇനി നേരിടേണ്ടി വരും. 1995 ഒന്നാം റാങ്കോടെ കേരള പോലീസിൽ SI ആയി നിയമിതനായ AP ഷൗക്കത്ത് അലി 2014 ദേശീയ അന്വേഷണ ഏജൻസിയിലെത്തി. TP ചന്ദ്രശേഖരൻ കേസ്, കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്നീ പ്രമാദമായ കേസന്വേഷണങ്ങളിൽ അദ്ദേഹം പ്രധാനി. കനകമല കേസ്, തമിഴ്നാട്ടിലെ ഭീകരവാദ കേസുകൾ, പാരീസ് ഭീകരാക്രമണ കേസിൽ ഫ്രഞ്ച് ഏജൻസികളുമായി ചേർന്നുള്ള അന്വേഷണം എന്നിവയിലൊക്കെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായി ഇദ്ദേഹം അറിയപ്പെട്ടു. 2020 സ്വർണ്ണക്കടത്ത് കേസിൽ ചുമതലയേറ്റ് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം തലശ്ശേരി DYSP ആയിരുന്ന സമയത്താണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതികളെ പിടികൂടുന്നത്. ഇതോടെ CPMന്റെ കണ്ണിൽ കരടായി മാറി. അതേ ഷൗക്കത്ത് അലി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.